ഹംപിയിൽ നിന്നുള്ള 9ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ തീർത്ഥാടന കേന്ദ്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഒപ്പം ചരിത്രാന്വേഷികൾക്കുള്ള ഏറ്റവും മൂല്യവത്തായ നിർമ്മിതിയും ഇതുതന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു ക്ഷേത്ര നഗരമായ ഹംപി ചരിത്രത്തിലെ തകർക്കപ്പെടലിൻ്റെയും തച്ചുടക്കലിൻ്റെയും അവശിഷ്ടമായി നിലകൊള്ളുന്ന ഹംപി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഹംപി ഇന്നിൻ്റെ ഹംപി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലുമായി ഉയർത്തപ്പെടുകയോ മണ്ണിൽ ആണ്ടുകിടക്കുകയോ ചെയ്യുന്നു എന്ന് പറയാം. ഹംപിയിലെ മറ്റു ചരിത്ര സ്ഥലങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളെക്കാൾ കൂടുതൽ തീർത്ഥാടകരാണ് ഇവിടെ സന്ദർശകർ. വിരൂപാക്ഷ ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടതാണ്. കർണാടകയിലെ വിജയനഗര ജില്ലയിലെ വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയുടെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ മഹത്വത്തിന്റെ തെളിവ് തന്നെയാണ്. വിരൂപാക്ഷ ക്ഷേത്രം വിജയനഗര ഭരണകാലത്ത് പരുഡദേവരായ എന്ന ഭരണാധികാരിയുടെ മുഖ്യ നായകനായ ലക്കൺ ദണ്ഡേശൻ പണികഴിപ്പിച്ചതാണ്. പമ്പ ഗണപതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ മറ്റുള്ള പല പ്രമുഖ ക്ഷേത്രങ്ങളെ കണക്കാക്കി നോക്കുമ്പോൾ ഡക്കാൻ ആക്രമണത്തിൽ നിന്നും അതിജീവിച്ചതായി കാണാം. ഷൂസ് എല്ലാം പുറത്ത് അഴിച്ചു വെച്ചതിന് ശേഷം വേണം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിനരികിലുള്ള സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗം കൂടിയായി വിരൂപാക്ഷ ക്ഷേത്രം വർത്തിക്കുന്നു. അരിനെല്ലിക്കയും മാങ്ങയും ഉപ്പും മുളകും വിതറിയത് ഞങ്ങൾ കുറച്ചു വാങ്ങിച്ചു. പോക്കുവെയിലിൽ സ്വർണവർണ്ണമാർന്നു തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പടിപ്പുരയുടെ ഗോപുരം നാലുകെട്ടിനകത്തെ വിശാലമായ മുറ്റത്ത് സഞ്ചാരികളും തീർത്ഥാടകരും. ക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിച്ചു നിൽക്കുന്ന മനു എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവന് നാണം. മറ്റൊരു പടിപ്പുര കൂടി കടന്നു വേണം പ്രധാന ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഇവിടെ ഒരു ചെറിയ കൂട്ടം കാണാം. നന്ദിയുടെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഈ തിക്കും തിരക്കും. ഭക്തർ പറയുന്ന രഹസ്യങ്ങൾ നന്ദി ഭഗവാന്റെ കാതിലെത്തിക്കുന്നു എന്നാണ് വിശ്വാസം. ഞാൻ പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്നും പരിചയപ്പെട്ട ലൂക്കയാണ് മുമ്പിൽ നടക്കുന്നത്. ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ്. വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ ഇരുട്ടും വെളിച്ചവും കലർന്ന ഇടനാഴികളിലൂടെ ആ കൗതുക കാഴ്ച ലക്ഷ്യമാക്കി ഞങ്ങൾ മുന്നോട്ട് നടന്നു.
ക്ഷേത്ര ചുമരിലുള്ള ദ്വാരത്തിലൂടെ സൂര്യവെളിച്ചം ഈ ഇരുട്ടുമുറിയിലേക്ക് പതിക്കുന്നുണ്ട്. ആ വെളിച്ചം ഈ ഇരുട്ടുമുറിയിലുള്ള ചുമരിൽ ക്ഷേത്രത്തിന്റെ തലകീഴായ പ്രതിബിംബം നമ്മെ കാണിച്ച് അത്ഭുതപ്പെടുത്തുന്നു. ഇതാണ് വെളിച്ചം വരുന്ന ആ ചെറിയ ദ്വാരം. അന്നത്തെ ആളുകളുടെ ദീർഘവീക്ഷണത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും തെളിവ് തന്നെയാണ് ഈ കാഴ്ചകളെല്ലാം തന്നെ. അവിടെ നിന്നും ലൂക്കയോട് നന്ദി പറഞ്ഞ് ഞാൻ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. ക്ഷേത്രത്തിൻ്റെ പിൻവശത്തും ഇതുപോലെ കുറേ കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ തന്നെയാണ് ഹംപിയിലെവിടെയും നമുക്ക് കാണാനാവുക. അവിടെ ഒരു കുളവും അനുബന്ധ കെട്ടിടങ്ങളുമുണ്ട്. അവിടെ ഒരാൾ വിദേശികളെ യോഗ പഠിപ്പിക്കുന്നു. വീണ്ടും ക്ഷേത്രത്തിലേക്ക് തന്നെ വന്നപ്പോൾ അവിടെ ചില ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ ഒരു കുരങ്ങൻ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് കിട്ടുന്നില്ല, വെള്ളം എങ്ങനെ കുടിക്കേണ്ടതെന്ന് അതിന് അറിയില്ല. അപ്പോൾ അത് കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ പൈപ്പിലും പോയിട്ട് നോക്കി നോക്കുന്നുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്താൽ വെള്ളം വരുന്ന ഒരു പൈപ്പാണ്. ആ പൈപ്പിൽ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടതെന്നും വെള്ളം വരുന്നതെന്നൊന്നും അതിനറിയില്ലല്ലോ. അപ്പോൾ മനു ഇങ്ങനെ പ്രസ് ചെയ്ത് വെള്ളം കയ്യിലെടുത്ത് അതിന് വെച്ചു കൊടുത്തു. അപ്പോൾ അതൊരു പേടിയും കൂടാതെ കുടിക്കുകയും ചെയ്തു. അതൊരു ശരിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. വിദേശികളൊക്കെ സൈക്കിളിലാണ് വന്നത്.
അവർ ഹംപിയിൽ വന്നിട്ട് അവിടെ നിന്ന് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ നിന്ന് കറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കാറിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാക്സി സംവിധാനത്തിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഭയങ്കര ലാഭമായിരിക്കും. അവർ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയം അത്രയും നിൽക്കാം. അങ്ങനത്തെ ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് സൈക്കിളിലും ഈ ടൂ വീലറിലൊക്കെ യാത്ര ചെയ്താൽ. സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്താൽ അതൊരു വേറെ ഫീലിങ്സ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അപ്പം തോന്നുമ്പോൾ അപ്പം നിർത്തുക, അവിടെ നിന്ന് അവിടെയൊക്കെ കാണുക, അതൊരു വേറെ ഫീലിംഗ് തന്നെയാണ്. ഹംപിയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം ആത്മീയതയാണ്. ഇതിപ്പോൾ ഒരു പുഴേൻ്റെ നടുക്കുള്ള ഒരു മണ്ഡപത്തിലൊരു പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നാടിനും ഓരോരോ കൾച്ചറുണ്ട്, ഓരോരോ വിശ്വാസമുണ്ട്, ഓരോരോ കാഴ്ചപ്പാടുകളുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നമ്മൾ ആ നാട്ടിലെ ഒരു നാട്ടുകാരനായിട്ട് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യണം. അവിടുത്തെ കൾച്ചർ ആസ്വദിക്കണം, അവിടുത്തെ ഭക്ഷണവൈവിധ്യങ്ങൾ ആസ്വദിക്കണം. ഇതൊക്കെയല്ലേ യാത്ര. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന വേറൊരു കാര്യം, ഇവിടെ ഫുള്ള് വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക. അതായത് നമ്മൾ തന്ന മുട്ടായി കടലാസോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിയോ അതൊക്കെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. കുറേ തുണികൾ ഉണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന പുഴയിൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ഈ നാടിന് വേണ്ടി ചെയ്യാം. ഒരു മുട്ടായി കടലാസ് ഉണ്ടെങ്കിൽ അത് പോക്കറ്റിലിടുക, അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിലിടുക. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പി അത് കയ്യിലെടുത്ത് വയ്ക്കുക, അത് ഒക്കെ വേസ്റ്റ് ബോക്സിൽ മാത്രം ഇടുക. ഇതേപോലത്തെ സ്ഥലങ്ങളിൽ ഇട്ടിട്ട് ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്താതിരിക്കുക. അതൊക്കെയല്ലേ നമുക്ക് ഈ നാടിന് വേണ്ടി, നമ്മളെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യം, ഏറ്റവും വലിയ കാര്യം അത് തന്നെയല്ലേ. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഒരു 4 ആൾക്ക് പോകാൻ പറ്റിയ ഫ്ലൈറ്റാണ്. ഹംപീനെ കണ്ട് ആകാശത്ത് ഇങ്ങനെ പറക്കാം. ആ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് നടന്നു വരുന്ന ആളെ കണ്ടോ? ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് നടന്നു വരുന്ന ആളെ കണ്ടോ? അതാണ് യാത്രയോടുള്ള പാഷൻ, യാത്രയോടുള്ള അടങ്ങാത്ത ആഗ്രഹം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുമ്പിലേക്ക് തന്നെയാണ്. അതിനടുത്തുള്ള മലയിൽ നിന്നുമാണ് നമ്മൾ സൂര്യാസ്തമയം ആസ്വദിക്കാൻ പോകുന്നത്. വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ വലതുവശത്തുള്ള ഈ വഴിയിലൂടെ വേണം മലയ്ക്ക് മുകളിലേക്ക് കയറാൻ. കല്ലുകൾ കഥ പറയുന്ന നാട്ടിലെ സൂര്യാസ്തമയത്തിന് ഒരു അഭൗമ സൗന്ദര്യം കൂടിയുണ്ട്. അത് കാണുവാനായി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.
Very welcome, very welcome. Hampi is very nice city. Thank you. Thank you. You? Are you the Jatra?